നമസ്കാരം, എൻ്റെ പേര് അമ്പിളി. എല്ലാവർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം തരം തുല്യത മലയാളം പാഠാവലിയിലെ നൊന്തു പൊരുതുന്നവർ എന്ന യൂണിറ്റിലെ പന്തങ്ങൾ എന്ന കവിതയാണ്. ഈ കവിത പഠിക്കുന്നതിന് മുൻപായിട്ട് ഈ യൂണിറ്റിൽ ഒരു പ്രവേശകം തന്നിട്ടുണ്ട്. സുഗതകുമാരി ടീച്ചർ എഴുതിയ ഒരു കവിതയുടെ ഭാഗം. നമുക്ക് അവിടേക്കൊന്ന് പ്രവേശിക്കാം. എന്താണ് പ്രവേശകമെന്ന് ഒന്ന് പഠിക്കാം. ആര് ചവിട്ടി താഴ്ത്തിലുമഴലിൻ പാതാളത്തിലൊളിക്കിലുമേതോ പൂർവസ്മരണയിൽ ആഹ്ലാദത്തിൻ ലോകത്തെത്തും ഹൃദയം. ഒരു താരകയെ കാണുമ്പോൾ അത് രാവുമറക്കും, പുതുമഴ കാൺകെ വരൾച്ച മറക്കും. പാൽച്ചിരി കണ്ടത് മൃതിയെ മറന്ന് സുഖിച്ചേ പോകും പാവം മാനവ ഹൃദയം. ഇതാണ് കവിതാഭാഗം. ഇതിന്റെ ആശയത്തിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. ആര് ചവിട്ടി താഴ്ത്തിലും അഴലിൻ പാതാളത്തിൽ ഒളിക്കിലും ഏതോ. നമ്മളെ മനുഷ്യരെ ആര് ചവിട്ടി ദുഃഖത്തിന്റെ പാതാളത്തിലേക്ക് ഒളിപ്പിച്ചാലും, മനുഷ്യ ജീവിതത്തിൽ ദുഃഖം ധാരാളമായിട്ടുണ്ടാകും. അങ്ങനെ ദുഃഖത്തിന്റെ അഴൽ ദുഃഖം, ആ ദുഃഖത്തിന്റെ പാതാളത്തിൽ നമ്മളെ ഒളിപ്പിച്ചാലും, നമ്മുടെ ജീവിതം ദുഃഖമയമായിരുന്നാലും പൂർവസ്മരണയിൽ കഴിഞ്ഞുപോയ ആ ഓർമ്മകളിൽ, അതിൻ്റെ ആഹ്ലാദത്തിൽ നമ്മൾ ദുഃഖങ്ങളെല്ലാം മറന്ന് സന്തോഷിക്കും. അതാണ് മനുഷ്യ ഹൃദയം. ഇപ്പം മനുഷ്യന് ജീവിതത്തിൽ ദുഃഖങ്ങൾ ധാരാളമുണ്ടെങ്കിലും ആ ദുഃഖത്തെക്കുറിച്ച് ഓർത്ത് അവൻ ജീവിക്കുന്നില്ല. ജീവിതത്തിൽ എപ്പോഴെങ്കിലും നല്ല സ്മരണകൾ, നല്ല ഓർമ്മകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഓർമ്മിച്ചുകൊണ്ട് സന്തോഷത്തോടെ അവൻ ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഉദാഹരണത്തിന് കവയിത്രി ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എന്തെല്ലാമാണെന്ന് നോക്കൂ. ഒരു താരകയെ കാണുമ്പോൾ അത് രാവു മറക്കും. താരകം നക്ഷത്രം. നക്ഷത്രം രാത്രിയിലാണല്ലോ ആകാശത്ത് തിളങ്ങി നിൽക്കുക. രാത്രി കറുപ്പിന്റെ പ്രതീകമാണ്. ഇരുട്ടിന്റെ നിറം കറുപ്പാണ്. ഇരുട്ട് അല്ലെങ്കിൽ രാത്രി ഭീതി ജനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. പക്ഷേ നമ്മൾ അങ്ങനെ ഭയപ്പെട്ട് നിൽക്കുമ്പോൾ അതാ ആകാശത്ത് ഒരു നക്ഷത്രം മിന്നിത്തിളങ്ങുന്നു. അത് കാണുമ്പോൾ നമ്മൾ മറ്റെല്ലാം മറക്കുകയാണ്. ഇരുട്ടിനെ മറക്കുന്നു, രാത്രിയെ മറക്കുന്നു. നമ്മൾ ആ നക്ഷത്രത്തിന്റെ ഭംഗി കണ്ട് ആസ്വദിക്കുന്നു. അതുപോലെ പുതുമഴ കാൺകെ വരൾച്ച മറക്കും. വരൾച്ച, അതികഠിനമായ വേനൽ, ചൂട്. പക്ഷേ ആ ചൂടിൽ നമ്മൾ ജീവിച്ചു വരുമ്പോഴാണ് ഒരു ദിവസം പെട്ടെന്ന് പുതുമഴ പെയ്യുന്നത്. പുതുമഴ പെയ്യുമ്പോൾ നമ്മൾ മറ്റെല്ലാം മറക്കുന്നു. ചൂട് മറക്കുന്നു, ഇത്രയും നാൾ നമ്മൾ സഹിച്ച ആ അതികഠിനമായ വേനൽ, അതെല്ലാം നമ്മൾ മറക്കുകയാണ്. പുതുമഴയിൽ നമ്മൾ സന്തോഷിക്കുന്നു, ആഹ്ലാദിക്കുന്നു. പാൽച്ചിരി കണ്ടത് മൃതിയെ മറന്ന് സുഖിച്ചേ പോകും. ഒരു മധുരമായ പുഞ്ചിരി, അത് കാണുമ്പോൾ, പാല് പോലെയുള്ള ആ ചിരി കാണുമ്പോൾ നമ്മളെല്ലാം മറക്കുന്നു. ആ ചിരി എന്ന് പറയുന്നത് വളരെ സന്തോഷം നൽകുന്ന ഒരു അവസ്ഥയാണല്ലോ. മനുഷ്യന് മാത്രം ദൈവം കൊടുത്തിരിക്കുന്ന ഒരു കഴിവാണത്രേ ചിരിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ കഴിവ് നല്ലവണ്ണം ഉപയോഗിക്കണം. ആ ചിരി, പാൽച്ചിരി കണ്ടാൽ മൃതിയെ പോലും മറക്കും നമ്മൾ. മരണം, ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ അവന്റെ കൂടെ ജനിക്കുന്നതാണ് മരണവും. അവനോടൊപ്പം അത് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. ഒരു ദിവസം അത് അവനെയും കൊണ്ടുപോകും. ഇത് നമുക്കും അറിയാം. നമുക്ക് തീർച്ചയായിട്ടും മരണമുണ്ട്. ഒരു ദിവസം നമ്മൾ മരിക്കും. പക്ഷെ നമ്മൾ അത് ഓർക്കുന്നില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഒരു ചിരി, അതിന്റെ സന്തോഷത്തിൽ നമ്മൾ ആ മരണത്തെ പോലും മറന്ന് നമ്മൾ അങ്ങനെ നമ്മുടെ ജീവിതം സുഖിച്ച് ആസ്വദിച്ച് സന്തോഷിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പാവം മാനവ ഹൃദയം. കവയിത്രി പറയുന്നു, മനുഷ്യ ഹൃദയം ഒരു പാവമാണെന്ന്.
ഇവിടെ ഒരു ചോദ്യവും താഴെ തന്നിട്ടുണ്ട്. പാവം മാനവ ഹൃദയം എന്ന് കവി പറയുന്നത് എന്തുകൊണ്ട്? മനുഷ്യന്റെ മനസ്സ് പലവക ചിന്തകൾ നിറഞ്ഞതാണ്. നമ്മളെ ആരെങ്കിലും ദുഃഖത്തിന്റെ പാതാളത്തിലേക്ക് അല്ലെങ്കിൽ ദുഃഖത്തിന്റെ അവസ്ഥയിലേക്ക് തള്ളിയിട്ടാലും നമ്മൾ ഏതു സമയവും ദുഃഖിച്ച് കഴിഞ്ഞുകൂടുന്നില്ല. നമ്മുടെ നല്ല ഓർമ്മകളെ താലോലിച്ചുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്നു. ഇത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. അതുപോലെ ഇരുട്ട് നിറഞ്ഞ രാത്രിയെ എല്ലാവരും ഭയക്കുന്നുണ്ടെങ്കിലും ആ ആകാശത്ത് ഇരുട്ടിൽ നക്ഷത്രം തിളങ്ങുന്നത് കാണുമ്പോൾ നമ്മൾ ഇരുട്ടിനെ മറക്കുന്നു, രാത്രിയെ മറക്കുന്നു, നക്ഷത്രത്തിന്റെ തിളക്കം ആസ്വദിക്കുന്നു. അതികഠിനമായ വേനലിൽ ഉരുകി ഒലിച്ച് നമ്മൾ ജീവിച്ചു വന്നിരുന്നു എങ്കിലും പുതുമഴ പെയ്യുമ്പോൾ നമ്മൾ ആ ചൂട്, വേനൽ ഇതെല്ലാം മറക്കുന്നു. പുതുമഴ കണ്ട് നമ്മൾ സന്തോഷിക്കുന്നു. ഒരു പുഞ്ചിരി, മനോഹരമായ ഒരു പുഞ്ചിരി അല്ലെങ്കിൽ ഒരു ചിരി, അത് കാണുമ്പോൾ നാം നമ്മുടെ മരണത്തെ പോലും, നമ്മോടൊപ്പം കൂടെ സഞ്ചരിക്കുന്ന നമ്മുടെ മരണത്തെ പോലും നമ്മൾ മറക്കുകയാണ്. നമ്മൾ നമ്മുടെ ജീവിത സൗകര്യങ്ങൾ ഉപയോഗിച്ച് സന്തോഷത്തോടെ സുഖമായി ജീവിക്കുന്നു. ചുരുക്കത്തിൽ മനുഷ്യ മനസ്സ്, മനുഷ്യ ഹൃദയം ഒരു പാവമാണ്. കാരണം ആകുല ചിന്തകൾ മാത്രം വിചാരിച്ചുകൊണ്ട് ജീവിച്ചാൽ എനിക്ക് ദുഃഖമേയുള്ളൂ, എനിക്ക് ഒന്നും നേടാനില്ല എന്ന് വിചാരിച്ച് ഇരുന്നാൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുമോ? അതുകൊണ്ട് ആ വക കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മറന്ന് നല്ലതു മാത്രം ചിന്തിച്ച് ജീവിതത്തെ സന്തോഷപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്ന ആ മനുഷ്യ ഹൃദയം തീർച്ചയായിട്ടും ഒരു പാവം തന്നെയെന്ന് നമുക്ക് കവിയോടൊപ്പം പറയാം. ഇത്രയുമാണ് പ്രവേശകത്തിന്റെ ആശയം. നമ്മൾ പ്രവേശകം പഠിച്ചു കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് പന്തങ്ങൾ എന്ന കവിതയിലേക്ക് കടക്കാം. ഈ കവിത എഴുതിയത് വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ്. ജീവിത യാഥാർത്ഥ്യങ്ങളെ പച്ചയായി ചിത്രീകരിക്കുന്ന കവിതകൾ രചിച്ച കവിയാണ് വൈലോപ്പിള്ളി. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ യൗവന കാലഘട്ടം 2 യുദ്ധങ്ങൾ നടന്ന കാലമാണ്. അതിന്റെ ഫലമായിട്ട് രാജ്യത്തുടനീളം ദാരിദ്ര്യവും പട്ടിണിയും നടമാടിയിരുന്നു. ഈ കാലഘട്ടം വൈലോപ്പിള്ളി കവിതകളെ വളരെയധികം സ്വാധീനിച്ചിരുന്നു. ജീവിത യാഥാർത്ഥ്യത്തിന്റെ ഒരു പാത തന്റെ കവിതകളിലൂടെ വെട്ടിത്തെളിയിച്ചെടുക്കുകയായിരുന്നു വൈലോപ്പിള്ളി ചെയ്തത്. എല്ലുറപ്പുള്ള കവിത, കാച്ചിക്കുറുക്കിയ കവിത എന്നെല്ലാം അദ്ദേഹത്തിന്റെ കവിതകളെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് പകർന്നു പോകുന്ന ഒരു തുടർച്ചയാണ് കവിക്ക് ജീവിതം. ഇന്ന് വിതയ്ക്കുന്ന വിത്ത് ലോകത്ത് ആദ്യം നട്ട വിത്തിന്റെ തുടർച്ചയാണ് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അതുപോലെ മനുഷ്യർ സകല ദുരിതങ്ങളെയും അതിജീവിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് കവി പ്രത്യാശിക്കുന്നത്. പുരോഗമനവും മാറ്റവും കവിയെ ഏറെ സ്വാധീനിച്ചിരുന്നു. മനുഷ്യരുടെ കർമ്മശേഷിയുടെയും ലോകത്തെ മാറ്റി പണിയാനുള്ള ഇച്ഛയുടെയും ഇഴകൾ നിറഞ്ഞ ഒരു കാഴ്ചപ്പാടാണ് വൈലോപ്പിള്ളി കവിതകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്രയുമാണ് വൈലോപ്പിള്ളി കവിതയെക്കുറിച്ച് പൊതുവായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് നമ്മുടെ കവിത പന്തങ്ങളിലേക്ക്, അതിന്റെ ആശയത്തിലേക്ക് ഒന്ന് കടക്കാം. മനുഷ്യ സംസ്കാരത്തിന്റെ പരിണാമവും അതിന്റെ വളർച്ചയും വ്യക്തമാക്കുന്ന കവിതയാണ് പന്തങ്ങൾ. മനുഷ്യന്റെ അറിവിന്റെ വെളിച്ചവും തുടർച്ചയും മനുഷ്യശക്തിയും ഓരോ തലമുറയിലൂടെ വളരുന്നതിന്റെ പ്രതീകമാണ് നമ്മൾ ഈ കവിതയിൽ കാണുന്നത്. പന്തങ്ങൾ എന്ന സിംബലിലൂടെ അല്ലെങ്കിൽ പ്രതീകത്തിലൂടെ പ്രകാശവും അറിവും അതിലൂടെ വളർച്ചയും മനുഷ്യന് നൽകുന്നതായിട്ട് ഈ കവിതയിൽ കവി അവതരിപ്പിക്കുന്നു. ചെറുപ്പക്കാർ കൈകളിൽ പന്തങ്ങൾ ഏന്തുന്നത് പുതിയ തലമുറയുടെ മനുഷ്യ വളർച്ചയുടെ പ്രതീകം തന്നെയാണ്. പുരാതന കാലത്ത് മനുഷ്യരുടെ പൂർവികർ കാട്ടിൽ താമസിക്കുകയും അജ്ഞതയും ഇരുട്ടും നിറച്ച ജീവിതം നയിച്ചവരുമായിരുന്നു. ഇവിടെ പന്തങ്ങൾ അറിവിന്റെ പ്രകാശത്തിന്റെ പാതകളിലേക്ക് മനുഷ്യനെ നയിക്കുന്നതിനുള്ള
മാർഗം കാണിച്ചു കൊടുക്കുന്നു. മനുഷ്യശക്തിക്ക് കവി പ്രാധാന്യം നൽകുകയാണ് ഈ കവിതയിൽ. ഞാൻ ഈ കവിതയൊന്ന് ചൊല്ലാം, ശ്രദ്ധയോടെ കേട്ടിരിക്കുക. ചോര തുടിക്കും ചെറുകൈയുകളെ പേറുക വന്നീ പന്തങ്ങൾ, ഏറിയ തലമുറ ഏന്തിയ പാരിൻ വാരൊളി മംഗളകന്ദങ്ങൾ. പണ്ട് പിതാമഹർ കാട്ടിൻ നടുവിൽ ചിന്തകളുരസിടുമക്കാലം, വന്നു പിറന്നിതു ചെന്നിണമോലും വാളുകണക്കൊരു തീനാളം. സഞ്ചിതമാകും ഇരുട്ടുകളെല്ലാം സംഭ്രമമാർന്നോരന്നേരം, മാനവർ കണ്ടാർ അഗ്നിസ്മിതം അതിൽ മഞ്ഞിലെ വിണ്ണിൻ വാഗ്ദാനം. ആയിരമായിരം ആത്തി ചുംബിച്ചാളി വിടർന്നൊരു പന്തങ്ങൾ, പാണിയിലേന്തി പാടി പാടി പാരിലെ യുവജന വൃന്ദങ്ങൾ. കാലപ്പെരുവഴിയൂടെ പോന്നിത് കാണേ കാണേ കമനീയം, കാടും പടലും വെണ്ണീറാക്കി കനക കതിരിനു വളമേകി. കഠിനമിരുമ്പും കുഴമ്പാക്കി പല കരുനിരവാർത്തു പണിക്കേകി. അറിവിൻ തിരികൾ കൊളുത്തി കലകൾ കാവേശത്തിൻ ചൂടേകി. മാലോടിഴയും മർത്യാത്മാവിന് മേലോട്ടുയരാൻ ചിറകുതകി. പാരിൽ മനുഷ്യ പുരോഗമന കൊടി പാറിച്ചവൈ പന്തങ്ങൾ. എത്തിടും ഇരുളിലിതെത്ര ചമച്ചു പുത്തൻ പുലരി ചന്തങ്ങൾ. ദൃഷ്ടത കൂടുമധർമ്മശതത്തിൻ പട്ടട തീർത്തു പന്തങ്ങൾ. പാവനമംഗള ഭാവി പദത്തിൻ പട്ടുവിരിച്ചു പന്തങ്ങൾ. മർത്യചരിത്രം മിന്നലിലെഴുതി തൊടുനാരാചാന്തങ്ങൾ. പോയി മറഞ്ഞവർ ഞങ്ങൾക്കേകി കൈമുതലായി പന്തങ്ങൾ. ഹൃദയനിണത്താൽ തൈലം നൽകി പ്രാണമരുത്താൽ തെളിവേകി. മാനികൾ ഞങ്ങളെടുത്തു നടന്നു വാനിനെ മുകരും പന്തങ്ങൾ. ഉജ്ജ്വലമാക്കി ഊഴിയ ഞങ്ങളുടെ ഉജ്ജ്വല ഹൃദയ സ്പന്ദങ്ങൾ. അടിമച്ചങ്ങല നീട്ടിയുടപ്പാൻ അഭിനവലോകം നിർമ്മിപ്പാൻ ആശയ്ക്കൊത്തു തുണച്ചു ഞങ്ങളെ ആളിക്കത്തും പന്തങ്ങൾ. കൂരിരുളിൻ വിരിമാറു പിളർത്തി ചോര കൊടിക്കും ദന്തങ്ങൾ. വാങ്ങുകയായി ഞങ്ങൾ കരുത്തൊടു വാങ്ങുക വന്നീ പന്തങ്ങൾ. എരിയും ചൂട്ടുകളേന്തി താരകൾ വരിയായി മുകളിൽ പോകുമ്പോൾ ചോര തുടിക്കും ചെറുകൈയുകളെ പേറുക വന്നീ പന്തങ്ങൾ. എണ്ണീടാത്തൊരു പുരുഷായുസുകൾ വെണ്ണീറാകാം പുകയാകാം. പൊലിമയൊടൊന്നും പൊങ്ങുക പുത്തൻ തലമുറയേന്തും പന്തങ്ങൾ. കത്തിന വിരലാൽ ചൂണ്ടുന്നുണ്ടവ മർത്യ പുരോഗതി മാർഗങ്ങൾ. ഗൂഢതടത്തിൽ മൃഗീയത മരുവും കാടുകളുണ്ടവ കരിയട്ടെ. വാരുറ്റോരു നവീനയുഗത്തിൻ വാഗത്തോപ്പുകൾ വിരിയട്ടെ. അസ്മദം അനശ്വര പൈതൃകമാമീ അഗ്നി വിടർത്തും സ്കന്ധങ്ങൾ. ആകെയുടച്ചിടട്ടെ മഞ്ഞി
പന്തങ്ങൾ ചോര തുടിക്കും ചെറുകൈയുകളെ പേറുക വന്നീ പന്തങ്ങൾ ചോര തുടിക്കും ചെറുകൈയുകളെ പേറുക വന്നീ പന്തങ്ങൾ. ഇനി നമുക്ക് കവിതയുടെ ആശയത്തിലേക്ക് ഒന്ന് കടക്കാം. കവി യുവാക്കളോട് പന്തങ്ങൾ വന്ന് കൈകളിൽ ഏന്തുവാൻ ആവശ്യപ്പെടുന്നു. അല്ലയോ ചെറുകൈയുകളെ, ചോര തുടിക്കുന്ന ചെറുകൈയുകളെ, നിങ്ങൾ വന്ന് ഈ പന്തങ്ങൾ കൈകളിൽ ഏന്തുക. ഇവിടെ പന്തങ്ങൾ എന്നതുകൊണ്ട് കവി അർത്ഥമാക്കുന്നത് പ്രകാശം. ആ പ്രകാശത്തിലൂടെ അറിവ് ലഭിക്കുന്നു. ആ അറിവ് മനുഷ്യന്റെ പുരോഗതിയിലേക്ക് പാത വെട്ടിത്തെളിക്കുന്നു. ഏറിയ തലമുറ ഏന്തിയ പാരിൻ വാരൊളി മംഗള കന്തങ്ങൾ. വളരെയധികം തലമുറകൾ കൈകളിൽ ഏന്തിയിട്ടുള്ള മംഗളകരമായ ഒന്നു തന്നെയാണ് ഇത്, ഈ പന്തങ്ങൾ എന്ന് കവി ഇവിടെ അർത്ഥമാക്കുന്നു. പണ്ട് പിതാമഹർ കാട്ടിൻ നടുവിൽ ചിന്തകൾ ഉരസിടും അക്കാലം. നമ്മുടെ പൂർവികർ, പിതാമഹർ പണ്ട് കാടുകളിലാണ് താമസിച്ചിരുന്നത്. കാടുകളിൽ, ഗുഹകളിൽ അവർ താമസിച്ചിരുന്നു. വന്യമൃഗങ്ങളെ വേട്ടയാടി അവയുടെ മാംസം പച്ചയ്ക്ക് തിന്ന് അവർ അങ്ങനെ കാട്ടിൽ വസിക്കുന്ന കാലത്ത് അവരുടെ ബുദ്ധിയിൽ നിന്നുദിച്ചതാണ് തീ എന്ന കണ്ടുപിടുത്തം. അവരുടെ ചിന്തകൾ ഉരസി ഉരസി അവസാനം അവർ തീ കണ്ടുപിടിച്ചു എന്ന് കവി പറയുന്നു. അവരുടെ ചിന്തകൾ ഉരസിടും അക്കാലം വന്നു പിറന്നിത് ചെന്നിടമോലും വാളുകണക്കൊരു തീനാളം. അവരുടെ ആ ചിന്തകൾ ഉരസി ഉരസി അങ്ങനെ ഇതാ ചുമന്ന നിറത്തിലുള്ള വാളുപോലുള്ള തീനാളം ഉണ്ടായിരിക്കുന്നു. അഗ്നിയുടെ കണ്ടുപിടുത്തമാണ് ഇവിടെ കവി ഉദ്ദേശിക്കുന്നത്. തീ മനുഷ്യ പുരോഗതിക്ക് അനിവാര്യമായ ഒന്ന്. തീയുടെ കണ്ടുപിടുത്തത്തോടെയാണത്രേ മനുഷ്യന്റെ വളർച്ച ഉണ്ടായതെന്ന് ശാസ്ത്രം പറയുന്നു. ഇവിടെ തീ കണ്ടുപിടിച്ചത് നമ്മുടെ പൂർവികരാണ്. പാറകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ, ഉരസുമ്പോൾ തീ ഉണ്ടാകുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ തീ കണ്ടുപിടിച്ചു. അത് എല്ലാത്തരം മനുഷ്യ പുരോഗതിക്കും വഴിവെച്ചു. സഞ്ചിതമാകും ഇരുട്ടുകളെല്ലാം സംഭ്രമമാർന്നോരന്നേരം. ഇരുട്ടായിരുന്നു അതുവരെ, എവിടെയും ഇരുട്ട്. സഞ്ചിതം കൂട്ടം, ഇരുട്ടിന്റെ കൂട്ടമാണ്, വെളിച്ചമേ ഇല്ല. എന്നാൽ തീ കണ്ടുപിടിച്ചതോടെ ഇരുട്ടെല്ലാം പരിഭ്രമത്തോടെ അകലുകയാണ്, പോയി മറയുകയാണ്. മനുഷ്യ ജീവിതത്തിൽ ഇരുട്ട് മറഞ്ഞിട്ട് വെളിച്ചം കടന്നു വരുന്നു എന്ന് സാരം. മാനവർ, മനുഷ്യർ കണ്ടു. എന്താണ് കണ്ടത്? ആ അഗ്നിസ്മിതം, ആ തീയുടെ പുഞ്ചിരിയിൽ അവർ സ്വർഗത്തിന്റെ വാഗ്ദാനം കാണുകയാണ്. മനുഷ്യൻ തീയുടെ, അഗ്നിയുടെ പുഞ്ചിരി കാണുകയാണ്. എന്നുവെച്ചാൽ തീ കണ്ടുപിടിച്ചതോടെ മനുഷ്യന് ഈ ഭൂമിയിൽ നിലനിൽക്കാനുള്ള നല്ല വഴികൾ, പുതിയ വഴികൾ തെളിയിക്കാൻ ഉള്ള അവസരം വന്നു ചേർന്നിരിക്കുകയാണ്. ആയിരം ആയിരം ആളുകൾ ആ തീ ചുംബിച്ച് ആളി വിടർന്നൊരു പന്തങ്ങൾ. അങ്ങനെ കണ്ടുപിടിക്കപ്പെട്ട ആ തീ ആയിരം ആയിരം ആളുകൾ സ്വീകരിച്ചു, ചുംബിച്ചു. അതിൽ നിന്നും ആളി വിടർന്നതാണ് ഈ പന്തങ്ങൾ. എന്നുവെച്ചാൽ തീയിൽ നിന്നുമാണ് മനുഷ്യന്റെ അറിവ്, മനുഷ്യനിലേക്ക് ഇരുട്ടുമാറിയിട്ട് വെളിച്ചം കടന്നു വന്നത്. ആ വെളിച്ചത്തിലൂടെ, ആ അറിവിലൂടെ അവൻ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുകയാണ്. അതുവരെ കാടുകളിൽ മൃഗങ്ങളെ വേട്ടയാടി പിടിച്ച് ജീവിതത്തെ തള്ളി നീക്കിയിരുന്ന മനുഷ്യൻ ഇതാ പുതിയ മാർഗങ്ങളിലേക്ക് കടക്കുന്നു. എന്താണത്? ദാ ആയിരം ആയിരം ആ തീ ചുംബിച്ച് ആളി വിടർന്നൊരു പന്തങ്ങൾ പാണിയിലേന്തി പാടിപ്പാടി പാരിലെ യുവജന വൃന്ദങ്ങൾ. അവർ യാത്ര തുടരുകയാണ്. കാലപ്പെരുവഴിയൂടെ പോന്നിത് കാണേ കാണേ കമനീയം. അവർ കാലമാകുന്ന പെരുവഴി, കാലം അങ്ങനെ അവസാനിക്കാതെ
നീണ്ടു നീണ്ടു പോവുകയാണ്. കാലത്തിന് ഒരു അവസാനം ഇല്ല. കാലമാകുന്ന ആ പെരുവഴിയിലൂടെ അവരങ്ങനെ മുന്നോട്ടു പോകുമ്പോൾ അത് മനോഹരമായി തീരുന്ന ഒരു സാഹചര്യം ഇവിടെ കാണുന്നു. ഇതുവരെ അവരുടെ ജീവിതത്തിന് മനോഹാരിത ഉണ്ടായിരുന്നില്ല. നമ്മുടെ പൂർവികർക്ക്, നമ്മുടെ പിതാമഹർക്ക് ഒരു മനോഹരമായ ജീവിതം ഉണ്ടായിരുന്നില്ല. അവർക്ക് കാട്, അവിടെയുള്ള ഗുഹകളിൽ താമസിക്കുക, യാതൊരുവിധ പുരോഗതിയുമില്ലാതെ ജനിച്ച് മരിച്ച് മണ്ണടിയുന്ന പൂർവികർ. പക്ഷേ ഇതാ അവരുടെ ആ കാലമാകുന്ന വഴി, അവരുടെ ജീവിതം മനോഹരമായി തീരുകയാണ്. മാറ്റങ്ങൾ വന്നു തുടങ്ങുകയാണ്. ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു? കാടും പടലും വെണ്ണീറാക്കി കനകക്കതിരിനു വളമേകി. അവരിതാ കൃഷി ചെയ്യാൻ തുടങ്ങുന്നു. ഇതുവരെ കൃഷി ചെയ്തിരുന്നില്ല, അവർക്കത് അറിയാനേ വയ്യായിരുന്നു. ഇപ്പോഴിതാ അവർ കാടൊക്കെ വെട്ടിത്തെളിച്ച് വേണ്ടാത്തതെല്ലാം കത്തിച്ച് ആ ചാരം വളമാക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? കനകക്കതിരിന്, സ്വർണ്ണക്കതിരിന്, കൃഷിക്ക് അവർ വളമാക്കുകയാണ്. മനുഷ്യൻ അവന്റെ ജീവിതപാത മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ചരിത്രമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. കാട്ടിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ ഇതാ കൃഷി ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. കഠിനം ഇരുമ്പ് കുഴമ്പാക്കി പല കരുനിര വാർത്തു പണിക്കേകി. അഗ്നിയുടെ കണ്ടുപിടുത്തം. അതികഠിനമായ ഒരു ലോഹമാണല്ലോ ഇരുമ്പ്. ആ ഇരുമ്പിനെ കുഴമ്പാക്കുകയാണ്. കുഴമ്പാക്കിയിട്ട് പല പല ആയുധങ്ങൾ ഉണ്ടാക്കുകയാണ്. അങ്ങനെ ആയുധങ്ങൾ നിർമ്മിച്ച് പണിക്കായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. ആയുധങ്ങൾ, ഇരുമ്പ് ആയുധങ്ങൾ മനുഷ്യൻ ഉപയോഗിക്കാൻ തുടങ്ങി എന്നതിൻ്റെ അർത്ഥം. പൂർവികർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കല്ല്, കൂർത്ത കല്ല്, മൃഗങ്ങളുടെ കൊമ്പ്, ഇതൊക്കെയായിരുന്നല്ലോ അന്ന് അവരുടെ ആയുധങ്ങൾ. എന്നാൽ അഗ്നി കണ്ടുപിടിച്ചതോടെ, തീ കണ്ടുപിടിച്ചതോടെ കൃഷി ചെയ്യാൻ തുടങ്ങി. ഇതാ ഇരുമ്പിനെ ഉരുക്കി പലതരം ആയുധങ്ങൾ ഉണ്ടാക്കി പണിക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. മനുഷ്യന്റെ വളർച്ച ക്രമാതീതമായിട്ട്, അല്ലെങ്കിൽ ക്രമാനുഗതേന വളരുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അങ്ങനെ അറിവിൻ തിരികൾ കൊളുത്തി കലകൾക്കാവേശത്തിൻ ചൂടേകി. അഗ്നി പുതിയ പുതിയ അറിവുകൾ, പുതിയ പുതിയ പുരോഗതികൾ മനുഷ്യന് കൊടുക്കുകയാണ്. അത് അവന് ആവേശമാണ്. കൃഷി ചെയ്യാൻ ആയുധങ്ങൾ ലഭിച്ചപ്പോൾ പണി എളുപ്പമായി. അപ്പോൾ അത് പുതിയ പുതിയ അറിവുകൾ കിട്ടിയതോടെ അവന് ആവേശത്തിന്റെ ചൂട് അനുഭവപ്പെടുകയാണ്. മാലോടിഴയും മർത്യാത്മാവിന് മേലോട്ടുയരാൻ ചിറകുതകി. മാല് ദുഃഖം, ദുഃഖത്തോടെ ജീവിക്കുന്ന മനുഷ്യന് ഈ അറിവ്, ഈ പ്രകാശം ഉയരങ്ങളിലേക്ക് പോകാൻ ചിറകു നൽകുന്നു. പാരിൽ മനുഷ്യ പുരോഗമനക്കൊടി പാറിച്ചവയി പന്തങ്ങൾ. ലോകത്ത് മനുഷ്യന്റെ പുരോഗമനക്കൊടി പാറിക്കുകയാണ് ഈ പന്തങ്ങൾ. മനുഷ്യന്റെ അറിവാകുന്ന പന്തങ്ങൾ. അറിവ് ലഭിച്ചതോടെയാണല്ലോ മനുഷ്യൻ പുരോഗതിയിലേക്ക് ഉയരുന്നത്. വൈലോപ്പിള്ളി കവിതകളെല്ലാം മനുഷ്യന്റെ ഉയർച്ചയിൽ അടിസ്ഥാനമാക്കി രചിക്കപ്പെട്ടവയായിരുന്നു. ആദ്യ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ചും മാനവികതാ ബോധം, അതായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം. അതായത് മനുഷ്യനാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്, മനുഷ്യൻ എന്തു വിചാരിച്ചാലും സാധിക്കും എന്നൊരു ചിന്താഗതി വൈലോപ്പിള്ളി കവിതകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അദ്ദേഹം പറയുന്നുണ്ട്, പുരോഗതിയുടെ ഒന്നാണല്ലോ തീവണ്ടി ഗതാഗതം നമ്മുടെ നാട്ടിൽ ആരംഭിച്ചത്. പക്ഷെ തീവണ്ടിക്ക് പാതകളിൽ കൂടി പോകുമ്പോൾ മലകളെ തുരക്കേണ്ടതായിട്ട് വരും. അതിന് പോകുന്നതിനായിട്ട് ആ മലകൾ തുരക്കുന്നതിന് മർത്യവീര്യം അദ്രിയെ വെല്ലും എന്ന് അദ്ദേഹം പാടുന്നുണ്ട്. മർത്യവീര്യം, മനുഷ്യന്റെ ശക്തി അദ്രിയെ, പർവ്വതത്തിനെ ജയിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് എത്ര സാധിക്കാൻ വയ്യാത്തതായ എത്ര വലിയ മലകളെയും പർവ്വതങ്ങളെയും തുരന്ന് അതിലൂടെ തീവണ്ടി ഓടിക്കാൻ മനുഷ്യന് സാധിക്കും എന്ന ആ മർത്യവീര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്
കവി ആ കവിതയിൽ ചെയ്യുന്നത്. ഇവിടെ മനുഷ്യന് അവന്റെ അറിവ്, അവന്റെ പന്തങ്ങൾ, അഗ്നിയാകുന്ന ആ അറിവ് അവനെ മുകളിലേക്ക് ഉയർത്തുകയാണ്. നമ്മൾ തീപ്പന്തങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ തീപ്പന്തങ്ങൾ പിടിച്ച് ജാഥ നടത്തിയിട്ടുണ്ടോ? ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ജാഥയൊക്കെ ചെയ്യുമ്പോൾ ഈ തീപ്പന്തങ്ങൾ നമ്മൾ എങ്ങനെയാണ് പിടിക്കുക? അതിങ്ങനെ ഉയർത്തി നമ്മുടെ കയ്യിൽ പിടിക്കും. താഴ്ത്തി പിടിക്കുവോ? തീപ്പന്തങ്ങളുടെ നാളം താഴത്തേക്ക് ആക്കാറില്ല, മുകളിലേക്കാണ്. അപ്പൊ നമ്മളിങ്ങനെ കൈകളിൽ അത് ഉയർത്തി പിടിച്ചിട്ടാണ് നടക്കുന്നത്. അങ്ങനെ നടക്കുമ്പോൾ ആ തീപ്പന്തങ്ങളുടെ ജ്വാല അല്ലെങ്കിൽ അതിന്റെ ചൂട് മുകളിലേക്കല്ലേ പോകുന്നത്? തീർച്ചയായിട്ടും താഴേക്കല്ലല്ലോ. അപ്പൊ തീപ്പന്തങ്ങൾ എന്ന പ്രതീകം, സിമ്പൽ ഇവിടെ കവി ഉപയോഗിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ആ തീപ്പന്തങ്ങൾ, അതിന്റെ ശക്തി, അതിന്റെ വെളിച്ചം മുകളിലേക്ക് പോകുന്നത് കൊണ്ടായിരിക്കണം. അപ്പൊ മനുഷ്യന്റെ പുരോഗമനത്തിന് വേണ്ടി പാറിച്ചവയാണ് ഈ പന്തങ്ങൾ എന്ന് കവി വീണ്ടും പറയുന്നു. ഒത്തിടും ഇരുളിൽ ഇതെത്ര ചമച്ചു പുത്തൻ പുലരിച്ചന്തങ്ങൾ. ഇരുളായിരുന്നു ഇതുവരെ എല്ലായിടത്തും. എന്നാൽ ഈ അറിവ്, പന്തങ്ങളാകുന്ന ആ അറിവ്, അത് ഇരുട്ടിൽ പുലരിച്ചന്തങ്ങൾ, പ്രഭാതത്തിന്റെ വെളിച്ചങ്ങൾ സൃഷ്ടിക്കുകയാണ്. മനുഷ്യ ജീവിതത്തിൽ വെളിച്ചം കടന്നു വരികയാണ് എന്നർത്ഥം. മാത്രമല്ല, ദൃഷ്ടത കൂടും അധർമ്മശതത്തിൻ പട്ടട തീർത്തു പന്തങ്ങൾ. ദൃഷ്ടത, അഹങ്കാരം, അങ്ങനെയുള്ള അധർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ക്രൂര മനസ്ഥിതിയുള്ള ആളുകൾ, ഇപ്പൊ ദൃഷ്ടത കൂടുന്ന അഹങ്കാരവും അതിനോടനുബന്ധിച്ച അധർമ്മവും ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ പന്തങ്ങൾ എന്തു ചെയ്തു? പട്ടട തീർത്തു, അവരെ ഇല്ലാതെയാക്കി എന്നർത്ഥം. പാവന മംഗള ഭാവി പദത്തിൻ പട്ടുവിരിച്ചു പന്തങ്ങൾ. പാവനമാകുന്ന, മംഗളമാകുന്ന ആ ഒരു വരാൻ പോകുന്ന പഥത്തിൽ, ഒരു വഴിയിൽ പട്ടുവിരിക്കുകയാണ് ഈ പന്തങ്ങൾ. നമുക്ക് നടന്നു പോകാനുള്ള വഴി, മുന്നോട്ട് പോകാനുള്ള കാലം, ആ കാലത്ത് നമുക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ട് താഴെ പട്ടു വിരിച്ചിരിക്കുകയാണ്. അതിലൂടെ നമുക്ക് സുന്ദരമായിട്ട്, സുഖമായിട്ട് നടന്നു പോകാം. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിലേക്ക് വളർച്ച, പുരോഗതി ഒക്കെ ഉണ്ടാകുന്നു എന്നർത്ഥം. മർത്യചരിത്രം മിന്നലിലെഴുതി തുടുനാരാ ചാന്തങ്ങൾ. ഈ അഗ്നിസ്ഫുലിംഗങ്ങൾ മനുഷ്യ ചരിത്രത്തെ എഴുതുകയാണ്, മിന്നലിൽ തിളക്കത്തോടെ എഴുതി ചേർക്കുകയാണ്. പോയി മറഞ്ഞവർ ഞങ്ങൾക്കേകി കൈമുതലായി പന്തങ്ങൾ. പോയി മറഞ്ഞവർ, മരിച്ചുപോയവർ, അവരോടുകൂടി ഈ അറിവ് അവസാനിക്കുന്നില്ല. നമ്മൾ നേടിയത് എത്രയും നമ്മുടെ ഇനി വരുന്ന തലമുറയിലേക്ക് പകർന്നു കൊടുത്തിട്ടാണ് നമുക്ക് മുൻപുള്ളവർ പോയി മറയുന്നത്. അവർ പോയി മറഞ്ഞവർ ഞങ്ങൾക്കേകി കൈമുതലായിട്ട് ഈ പന്തങ്ങൾ. ഹൃദയ നിണത്താൽ തൈലം നൽകി പ്രാണമരുത്താൽ തെളിവേകി. ഞങ്ങൾക്ക് തന്നിട്ട് പോയ അറിവുകളെ ഞങ്ങൾ നശിപ്പിച്ചില്ല. അത് ഞങ്ങളുടെ ഹൃദയ നിണത്താൽ, ഹൃദയമാകുന്ന ആ രക്തം, ഹൃദയരക്തമാകുന്ന തൈലം കൊണ്ട് ഞങ്ങൾ അതിനെ വളർത്തി. അപ്പോൾ ഓരോ അറിവുകളും ഓരോ കാലഘട്ടം കഴിയുന്തോറും വളർന്നു വരികയാണ്. നമുക്കറിയാം, ശാസ്ത്രം അല്ലെങ്കിൽ ടെക്നോളജി ഓരോ വർഷം കഴിയുന്തോറും ഇന്ന് എത്രയെത്ര വളർന്നു വരികയാണെന്ന്, അല്ലെ? ഒരു 50 കൊല്ലം മുമ്പുണ്ടായിരുന്ന ജീവിതം മനുഷ്യ ജീവിതമാണോ ഇന്നുള്ളത്? തീർച്ചയായിട്ടുമല്ല. ഇനി ഒരു 50 വർഷം കഴിയുമ്പോഴുള്ള ജീവിതം നമുക്കിപ്പോൾ മനസ്സിൽ പോലും കാണാൻ സാധിക്കില്ല. അന്നത്തെ അവസ്ഥ അത്രമാത്രം വളർന്നുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ. അതിൽ നല്ലതും ഉണ്ട്, നല്ല വളർച്ചയും ഉണ്ട്, തിന്മയും ഉണ്ട്. ഇവിടെ കവി പറയുന്നു, തനിക്ക് മുൻപ് ഉള്ളവർ, പോയി മറഞ്ഞവർ കൊടുത്ത ആ അറിവുകൾ, ആ പന്തങ്ങൾ, അത് പുതിയ തലമുറ അവരുടെ ഹൃദയരക്തമാകുന്ന തൈലം കൊണ്ട് വളർത്തുകയാണ്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ മഴവെള്ളം വീഴുന്ന ശബ്ദമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ശബ്ദം ഇതിൽ കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? മാനികൾ ഞങ്ങൾ എടുത്തു നടന്നു വാനിനെ മുകരും പന്തങ്ങൾ.
മാനികൾ, അഭിമാനികളായ ഞങ്ങൾ ആകാശത്തിന്റെ നെറുകയിൽ തൊടുന്ന ആ പന്തങ്ങൾ എടുത്തു. ആ അറിവുകൾ ഞങ്ങൾ സ്വീകരിച്ചു. ഉജ്ജ്വലമാക്കി ഊഴിയെ ഞങ്ങളുടെ ഉജ്ജ്വല ഹൃദയ സ്പന്ദങ്ങൾ. ഊഴി ഭൂമി, ഈ ഭൂമിയെ ഞങ്ങൾ ഉയരത്തിലെത്തിച്ചു. ഞങ്ങളുടെ ഉജ്ജ്വലമായ ആ ഹൃദയ സ്പന്ദങ്ങൾ, തുടിപ്പുകൾ, ഹൃദയത്തിന്റെ തുടിപ്പുകൾ ഈ ഭൂമിയെ ഉജ്ജ്വലമാക്കി തീർത്തു. ഞങ്ങൾ എന്തൊക്കെ ചെയ്തു? അടിമച്ചങ്ങല നീറ്റിയുടപ്പാൻ, അഭിനവ ലോകം നിർമ്മിപ്പാൻ ആശയ്ക്കൊത്തു തുണച്ചു ഞങ്ങളെ ആളിക്കത്തും പന്തങ്ങൾ. ഈ പന്തങ്ങൾ, ഈ അറിവുകൾ ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്തു തന്നു? അടിമച്ചങ്ങല നീറ്റി ഉടയ്ക്കുന്നതിന്, ഞങ്ങളെ ബാധിച്ചിരുന്ന, വരിഞ്ഞു കെട്ടിയിരുന്ന അടിമത്തത്തിൽ നിന്നും മോചിതരാകാൻ ഞങ്ങൾക്ക് സാധിച്ചു. അടിമച്ചങ്ങലയെ ഞങ്ങൾ ഈ അഗ്നി കൊണ്ട് നീറ്റി ഉടച്ചു. എന്നിട്ട് അഭിനവ ലോകം, നല്ലൊരു ലോകം ഞങ്ങൾ സൃഷ്ടിച്ചു. സ്വാതന്ത്ര്യമുള്ള, സന്തോഷമുള്ള ഒരു ലോകം. അങ്ങനെ ഞങ്ങളുടെ ആശയ്ക്കൊത്ത് ജീവിക്കാൻ ഞങ്ങളെ ആളിക്കത്തുന്ന ഈ പന്തങ്ങൾ തുണച്ചു, സഹായിച്ചു. അഗ്നി, ആ അഗ്നിയുടെ ഗുണങ്ങൾ, തീയുടെ ഗുണങ്ങൾ, തീ അത്യന്തം ചൂടേറിയ ഒന്നാണല്ലോ. ആ അതിന്റെ ചൂട് മാത്രമല്ല, അതിൽ നിന്നും വരുന്ന പ്രകാശം മനുഷ്യ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെയുള്ള ഇരുട്ടിനെ അകറ്റി അവർക്ക് അറിവ്, വെളിച്ചം നൽകി. ആ വെളിച്ചത്തിലൂടെ അവർ പുതുജീവിതം കണ്ടുപിടിക്കുകയാണ്, അടിമത്വം അവസാനിപ്പിക്കുകയാണ്, ജീവിതത്തെ സുന്ദരമാക്കി തീർക്കുകയാണ്. കൂരിരുളിൻ വിരിമാറു പിളർത്തി ചോര കുടിക്കും ദന്തങ്ങൾ. ഇവിടെ ദന്തം, പല്ല്, വളഞ്ഞ പല്ലുകൾ. മൃഗങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കറിയാം, അവയുടെ ആ പല്ലുകൾ കൊണ്ട് ഇരകളെ മാന്തി പിളർന്ന് അവയുടെ രക്തവും മാംസവും ഭക്ഷിക്കും. അതുപോലെ ഇരുട്ടാകുന്ന അതിന്റെ വിരിമാറ്, ഇരുട്ടിന്റെ വിരിമാറ് പിളർത്തി ഞങ്ങൾ അറിവാകുന്ന ദന്തങ്ങൾ ഉപയോഗിച്ച് ആ അജ്ഞതയുടെ ചോര കുടിച്ച് വറ്റിച്ചു. ഞങ്ങൾ അറിവുകൾ നേടി, പുരോഗതി നേടി. അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ വാങ്ങുകയായി പന്തങ്ങൾ, കരുത്തൊടു വാങ്ങുക വന്നീ പന്തങ്ങൾ. എല്ലാ അജ്ഞതയെയും ഇല്ലായ്മയെയും ഇല്ലാതാക്കി പുതിയ ഒരു ലോകം സൃഷ്ടിക്കുന്നതിന്, ഒരു നല്ല ലോകം കെട്ടിപ്പടുക്കുന്നതിന് ഞങ്ങൾ ഈ പന്തങ്ങൾ വാങ്ങുകയാണ്. എരിയും ചൂട്ടുകളേന്തി താരകൾ വരിയായി മുകളിൽ പോകുമ്പോൾ, ആകാശത്ത് നക്ഷത്രങ്ങൾ രാത്രിയിൽ നിരനിരയായിട്ട് ചൂട്ടുകൾ കത്തിച്ചു പോകുന്നത് പോലെ തിളങ്ങി അങ്ങനെ സഞ്ചരിക്കും. അങ്ങനെ പോകുമ്പോൾ ചോര തുടിക്കും. അല്ലയോ ചെറുകൈയുകളെ, യുവാക്കളെ, വരുക, വന്നിട്ട് പേറുക വന്നീ പന്തങ്ങൾ. ആ നക്ഷത്രങ്ങൾ ചൂട്ടുകത്തിച്ച് ആകാശത്തുകൂടെ സഞ്ചരിക്കുന്നത് പോലെ നിങ്ങൾ ഈ പന്തങ്ങൾ വന്ന് വാങ്ങി സഞ്ചരിക്കുക. എണ്ണീടാത്തൊരു പുരുഷായുസുകൾ വെണ്ണീറാകാം, പുകയാകാം. എണ്ണാൻ പറ്റാത്തത്ര മനുഷ്യർ, പുരുഷായുസുകൾ വെണ്ണീറാകാം, ചാരമാകാം, അല്ലെങ്കിൽ പുകയാകാം. പൊലിമയോടന്നും പൊങ്ങുക പുത്തൻ തലമുറയേന്തും പന്തങ്ങൾ. ഓരോ തലമുറയും കഴിയുമ്പോൾ മനുഷ്യന് ജീവൻ നിലനിൽക്കുകയില്ല, അതെന്നെങ്കിലും അവസാനിക്കും. ആ ആയുസ് തീരും. അത് ചിലപ്പോൾ ചാരമാകാം, പുകയാകാം. പക്ഷേ അറിവ് അവസാനിക്കുന്നില്ല. അത് സ്വീകരിക്കുവാൻ അടുത്ത തലമുറ, പുതിയ തലമുറ കൈകൾ പൊക്കുകയാണ്. അവർ അവരുടെ കൈകളിൽ ആ അറിവാകുന്ന തീപ്പന്തങ്ങൾ ഏന്തുകയാണ്. കത്തിന വിരലാൽ ചൂണ്ടുന്നുണ്ടവ മർത്യ പുരോഗതി മാർഗങ്ങൾ. കയ്യിലിരിക്കുന്ന ആ തീപ്പന്തങ്ങൾ, ആ അഗ്നി ചൂണ്ടുകയാണ്. എന്ത്? മനുഷ്യ പുരോഗതിയുടെ മാർഗങ്ങൾ. ഗൂഢതടത്തിൽ മൃഗീയത മരുവും കാടുകൾ ഉണ്ടവ കരിയട്ടെ. ഗൂഢതടത്തിൽ മൃഗീയത, ദുഷ്ടതയുള്ള കാര്യങ്ങളും ഇക്കൂട്ടത്തിലുണ്ട്. ആ ദുഷ്ടതയെ തകർക്കാനും
അവയെ കരിച്ചു കളയാനും ഈ തീപ്പന്തങ്ങൾ സഹായകരമാകട്ടെ. അപ്പൊ നല്ലത് മാത്രം ചെയ്യുക, ദുഷ്ടതയുള്ളതും നല്ലതല്ലാത്തതുമായ കാര്യങ്ങളെ നശിപ്പിക്കുക. അങ്ങനെ വാരുറ്റൊരു നവീന യുഗത്തിൻ വാഗത്തോപ്പുകൾ വിരിയട്ടെ. പുതിയ ഒരു യുഗം, നവീന ഒരു യുഗം, ഒരു കാലം ഉണ്ടാകട്ടെ. അവിടെ പുതിയ വാഗത്തോപ്പുകൾ, നല്ല തോപ്പുകൾ, പൂന്തോട്ടങ്ങൾ വിരിയട്ടെ. അസ്മദം അനശ്വര പൈതൃകമാമി അഗ്നിവിടർത്തും സ്കന്ധങ്ങൾ. അനശ്വരം, ഒരിക്കലും നശിക്കാത്ത ഒരു പൈതൃകമായിട്ട് അതങ്ങനെ വിടർന്ന് നിൽക്കട്ടെ എന്ന് പറയുന്നു. ആകെ ഉടച്ചിടട്ടെ മഞ്ഞിലെ നാഗപുരത്തിൻ ബന്ധങ്ങൾ. ഈ ഭൂമിയിലെ നല്ലതല്ലാത്ത എല്ലാ കാര്യങ്ങളെയും ഉടച്ച് ഇല്ലാതാക്കട്ടെ. അതിനു വേണ്ടിയിട്ട് ചോര തുടിക്കുന്ന ചെറു കയ്യുകളെ നിങ്ങൾ വന്ന് ഈ പന്തങ്ങൾ കൈകളിലേക്ക് പേറുക, വാങ്ങിക്കുക എന്ന് വീണ്ടും കവി പറഞ്ഞുകൊണ്ട് ഈ കവിത അവസാനിപ്പിക്കുകയാണ്. ഇവിടെ പന്തങ്ങൾ എന്ന സിമ്പലിലൂടെ, പ്രതീകത്തിലൂടെ മനുഷ്യന്റെ അറിവ്, മനുഷ്യന്റെ വളർച്ച, മനുഷ്യനിലേക്കുള്ള പുരോഗതിയിലേക്കുള്ള പാത, ഇതൊക്കെ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരികയാണ് കവി ചെയ്തിരിക്കുന്നത്. കവിതയുടെ ആശയം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നമുക്ക് ഇതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. അതുവരെ